പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, പ്രഭാതം മുതൽ ഈ രാത്രിയുടെ യാമം വരെ ഞങ്ങളെ എല്ലാവരെയും പരിപാലിച്ചിരിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. ഇന്നും ഞങ്ങൾക്ക് ആവശ്യമായത് എല്ലാം തന്ന് അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു നാഥാ. ആത്മീയമായി കൂടുതൽ അവിടുത്തെ അടുത്തേക്ക് വരുവാൻ തരുന്ന വലിയ കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു പിതാവേ. കർത്താവായ യേശുനാഥ, ഞങ്ങൾക്ക് ആഹാരപാനീയങ്ങൾ, വസ്ത്രങ്ങൾ സകലതും തന്ന് ഞങ്ങളെ സകലവിധ ആപത്ത് അനർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിച്ച് യാത്രകളിൽ സഹയാത്രികനായി കൂടെയിരുന്ന് ഞങ്ങൾക്ക് വരുവാനിരുന്ന സകല വിപത്തുകളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും പരിപാലിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നതിനായി നന്ദി പറയുന്നു നാഥ. കിടക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ച് ഒരു വചനത്തിൻ്റെ ഏതെങ്കിലും ഒരു വചനത്തിൻ്റെ ഒരു 5 വാക്യങ്ങൾ വായിക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം എടുത്ത് അതിൽ 5 വാക്യങ്ങൾ വായിക്കുന്നു. അത് വായിച്ച് നമുക്ക് കിടക്കുന്നതിന് മുമ്പേ 1 മിനിറ്റ് ഇരുന്ന് ധ്യാനിച്ച് ഈശോയോട് നമ്മെ തന്നെ സമർപ്പിച്ചിട്ട് വേണം നാം കിടക്കേണ്ടത്. ഇന്നത്തെ വചനം: ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ കർത്താവ്. അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും. ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസ്സാരരാണ്. അവരിൽ ആനന്ദം കൊള്ളുന്നവർ അഭിശപ്തരാണ്. അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഞാൻ അവർക്ക് രക്തം കൊണ്ട് പാനീയ ബലി അർപ്പിക്കുകയില്ല. ഞാൻ അവരുടെ നാമം ഉച്ചരിക്കുകയില്ല. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. ആമേൻ. അപ്പോൾ നാം ഓരോരുത്തരും ഉറങ്ങുന്നതിന് മുൻപേ ഈ വചനം കേട്ട് പറയണം: കർത്താവേ, അവിടുന്നാണ് എൻ്റെ അവകാശം. ഞാൻ അങ്ങയുടെ മകനാണ്, മകളാണ്. ഞങ്ങളെ അവിടുന്ന് തന്നെ പരിപാലിക്കണമേ എന്ന് നാം നിരന്തരം ഈശോയോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഒരു നിമിഷം അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ തന്ന കൃപയെ ഓർത്ത് നന്ദി പറയുന്നപ്പാ. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഈ രാത്രിയിൽ ഉറങ്ങുമ്പോൾ അവിടുത്തെ ദൂതഗണങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് കാവൽ നിർത്തണമേ. ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളിൽ വസിക്കുന്നവരെയും ഞങ്ങളുടെ മക്കളെയും കുഞ്ഞുമക്കളെയും തലമുറകളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഈ രാത്രിയിൽ ഉറങ്ങി രാവിലെ ഉണരുവാൻ അവിടുന്ന് ഒരുക്കുന്നെങ്കിൽ ഞങ്ങളെ കർത്താവിൻ്റെ മക്കളായിരിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളെ ആരെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നെങ്കിൽ വിശുദ്ധിയോടെ അവിടുത്തെ സന്നിധി അണയുവാനുള്ള കൃപ ഞങ്ങളിൽ നൽകി അനുഗ്രഹിക്കണമേ ഈശോപ്പാ. എന്നിട്ട് 4 ചുറ്റും കുരിശ് വരയ്ക്കുക. നെറ്റിത്തടത്തിൽ കുരിശ് വരച്ച് യൂദന്മാരുടെ രാജാവായ ആ പ്രാർത്ഥന ചൊല്ലി നമുക്ക് കിടക്കാം. ആമേൻ.